അയോധ്യയിൽ വന്നിട്ട് ഈ രാമലല്ലനെ വാങ്ങി പോയിട്ടില്ലെങ്കിൽ പിന്നെ അയോധ്യ കണ്ടിട്ട് എന്ത് കാര്യം? അയോധ്യ വന്നിട്ട് വാങ്ങിയ ഒരേ ഒരു സാധനം ഈ രാമലല്ലയുടെ ഈ ഒരു വിഗ്രഹമാണ്, കുഞ്ഞു വിഗ്രഹം കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. അപ്പം അയോധ്യ വന്നതിന് തെളിവായിട്ടല്ല, അയോധ്യാധിപതിയുടെ ഈ അയോധ്യയിൽ നിന്ന് തന്നെ ഇത് വാങ്ങണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഞാനും സച്ചിയും കൂടിയിട്ട് അയോധ്യാധിപതിനെ കാണാൻ വേണ്ടിയിട്ട് അയോധ്യയിൽ വന്നു. കാശിയിൽ നിന്നാണ് അയോധ്യയിൽ വന്നത്. അപ്പോൾ അയോധ്യയിൽ വന്നിക്കുമ്പോൾ ഭയങ്കര ചൂടാട്ടോ, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. എന്നാലും ആ ചൂടിനെല്ലാം വകവെച്ചിട്ട് ഒട്ടേറെ പേര് അയോധ്യാധിപതിയായ രാംലല്ലയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ആ സൗധം കാണുന്നത് നമ്മളുടെ ലഗേജുകളെല്ലാം സൂക്ഷിക്കാനുള്ള സൗകര്യമാണ്. തൊഴുത് വന്നിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്ന ഒരു പ്രസാദമാണത് കേട്ടോ, ഒരു കഞ്ഞി പുഴുക്കൊക്കെ പോലെ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഒരു പ്രധാന സൗധം ഉള്ളത് നമ്മളുടെ ലഗേജുകൾ സൂക്ഷിക്കാനും ക്ഷേത്രത്തിലേക്ക് പോണ ആൾക്കാരനെ നിയന്ത്രിച്ചു വിടാൻ, അവരെ അതായത് ആദ്യം കടന്ന കവാടം മെയിൻ കവാടത്തിൽ നിന്ന് കടന്നതിന് ശേഷം വരും ഇങ്ങോട്ടാണ്. ഇവിടെ വന്നിട്ട് നമ്മളുടെ ബാഗെല്ലാം ഇവിടെ കൊടുത്ത് വാട്ടർ ബോട്ടിലടക്കം ഇവിടെ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒരു 500 മീറ്റർ ദൂരമുണ്ട്, ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ക്ഷേത്രത്തിൽ ഫോണൊന്നും അലൗഡല്ല, ഫോൺ പോയിട്ട് വാട്ടർ ബോട്ടിൽ പോലും കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് ഫസ്റ്റ് മെയിൻ സ്ഥലം സെക്യൂരിറ്റി കഴിഞ്ഞിട്ട്, അതായത് നമ്മളുടെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരണ സ്ഥലമാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇത് ഇവിടെ നമ്മൾ ലഗേജുകളെല്ലാം കൊടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ ചെരുപ്പ് ഒരു സഞ്ചിയിലാക്കിയിട്ട്, അതുപോലെ ഫോണ് ബാഗ് എല്ലാം ഒരു സഞ്ചിയിലാക്കിയിട്ട് ആ കൗണ്ടറിൽ കൊടുത്താൽ അവരത് ഒരു അതിൽ വെച്ചിട്ട് ലോക്കറിൽ വെച്ചിട്ട് ചാവി പൂട്ടിയിട്ട് ചാവി നമുക്ക് തരും. അതിൽ നമ്പറും ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ പ്രകാരമാണ് നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മളുടെ ചാവി കൊടുത്താൽ നമ്മുടെ സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടും. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകണ വഴിയും ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയും രണ്ടും രണ്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവാൻ കുറച്ച് ദൂരം, ഒരു 500 മീറ്റർ, നല്ല വെയിലായ കാരണം കൊണ്ട് കുറച്ച് വെയിൽ കൊണ്ട് നടക്കണം. പക്ഷേ അവിടെ ക്ഷേത്രത്തിന് അത്തും തോറും അവിടുത്തെ വൈറ്റ് മാർബിളും ഒരു വ്യത്യസ്തമായ അലങ്കാരങ്ങളും നമ്മൾ പല വീഡിയോയിലൊക്കെ കണ്ട പോലെ വളരെ മനോഹരമായ വാസ്തു ശില്പചാരുത എന്നൊക്കെ പറയാം. അത്രയും മനോഹരമായ 100 മീറ്റർ ദൂരെ നിന്ന് തന്നെ രാംലല്ലേനെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നലത്തെ അത്ര തിരക്ക് എനിക്കിന്ന് തോന്നിയില്ല. ക്ഷേത്രത്തിൽ തൊഴുതിട്ട് മറ്റൊരു വഴി കൂടെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ബാഗും അതുപോലെ ലഗേജുകളും നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് മറ്റൊരു വഴി കൂടെയാണ് പുറത്ത് വരിക. ആ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അയോധ്യാധിപതിനെയും വാങ്ങി ഞാൻ.